ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അരയും തലയും മുറുക്കി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ക്രമീകരണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അവർ മുറ തെറ്റാതെ ഒറ്റയ്ക്കും കൂട്ടായുമുള്ള സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടുകയും ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയത്തെ വിലയിരുത്തുകയും അതിന്റെ കാരണങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയിൽ ഗൗരവത്തോടെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ അതിൽ നിന്ന് കണ്ടെത്തുന്നത് ഭരണവിരുദ്ധ വികാരം പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിച്ചത് വേണ്ട രീതിയിലൊന്നും ജനങ്ങൾ ഏറ്റെടുത്തിട്ടില്ല, ഭരണവിരുദ്ധ വികാരം കൊണ്ടല്ല ഈ തിരിച്ചടി ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ സ്വയരക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രയത്നങ്ങളും പ്രസ്താവനകളുമാണ് പുറത്ത് കാണുന്നത്. പ്രത്യേകിച്ച് CPM പറയുന്നത് ഭരണവിരുദ്ധ വികാരമല്ല, ജനങ്ങൾ ഇപ്പോഴും ഈ പിണറായി സർക്കാരിനോടൊപ്പമാണ്. എന്നാൽ അവർ നടത്തിയതായ വികസന പ്രവർത്തനങ്ങൾ വേണ്ട തരത്തിൽ ജനങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് ചില തൊടുന്യായങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് അവർക്കുണ്ടായ പരാജയത്തെ മൂടി വയ്ക്കാൻ ശ്രമിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഐക്യജനാധിപത്യ മുന്നണി വളരെയേറെ വർദ്ധിത വീര്യത്തോടുകൂടി രംഗത്ത് നിൽക്കുന്നതും കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവർക്ക് പ്രതീക്ഷിച്ചതിലപ്പുറം ഉണ്ടായ വിജയത്തിൽ ആഹ്ലാദിച്ച് അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവരും മുന്നൊരുക്കങ്ങൾ നടത്തുന്നത്. ഐക്യജനാധിപത്യ മുന്നണി കഴിഞ്ഞ ആഴ്ചയിലാണ് അവരുടെ കക്ഷികളെല്ലാം കൂടെ ചേർന്ന് ആലോചിച്ച് പുതിയ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചപ്പോൾ ആ മുന്നണിയെ UDFന് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കൾ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു 100 സീറ്റുകൾ നേടുക എന്നതാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ വരുന്ന തെരഞ്ഞെടുപ്പിലെ ലക്ഷ്യമെന്ന്. 100 സീറ്റുകൾ അവർക്ക് നേടാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം അവർക്കുണ്ടായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ നിന്നാണ്. അന്ന് എടുത്ത കണക്കനുസരിച്ച് തന്നെ 86 മണ്ഡലങ്ങളിൽ UDF ആണ് മുന്നിട്ട് നിൽക്കുന്നത്. വെറും 57 മണ്ഡലങ്ങളിൽ മാത്രമേ LDFന് മേൽക്കോയ്മയുള്ളൂ. അപ്പോൾ ആ 80-ലധികം ഉള്ള മേൽക്കോയ്മയുള്ള മണ്ഡലങ്ങൾ അത് നിലനിർത്തിക്കൊണ്ട് അതോടൊപ്പം തന്നെ വിജയ സാധ്യതയുള്ള 10-15 മണ്ഡലങ്ങളൂടെ കണ്ടെത്തി 100 എന്ന സംഖ്യയിൽ എത്തുക എന്നതാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ ലക്ഷ്യമെന്ന് ഇപ്പോൾ ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയും അതിനായി അവർ കർമ്മപരിപാടികൾ ആവിഷ്കരിക്കുകയും UDFലെ എല്ലാ കക്ഷികളും അത്തരത്തിൽ മാനസികമായും ശാരീരികമായും പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നത്. അത് കണ്ടപ്പോൾ ഉണ്ടായ ഒരു പരിഭ്രമത്തിന്റെ ഫലമായിട്ടാണ് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ മുഖ്യമന്ത്രി ഇപ്പോൾ പണ്ടൊന്നുമില്ലാത്ത വിധം നിരന്തരമായി വാർത്താ സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടി തങ്ങളുടെ അണികളുടെ ധാർമ്മിക വീര്യം ഉയർത്തുന്നതിനായിട്ടുള്ള ചെപ്പടി വിദ്യകൾ കാട്ടാൻ തുടങ്ങിയത്. അതിലൊന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞു, LDFനെ സംബന്ധിച്ചിടത്തോളം 100 അല്ല 110 സീറ്റുകൾ നേടിയെടുക്കുക എന്നതാണ് ലക്ഷ്യം. ഇത് UDF 100 പറഞ്ഞപ്പോൾ UDFനെ ഒന്ന് തണുപ്പിക്കാനും തോൽപ്പിക്കാനും എന്നുള്ള മട്ടിലാണ് ഒരു ബാലിശമായ ഒരു വാദവുമായി 110 എന്ന സംഖ്യയുമായി ഇപ്പോൾ LDF രംഗത്ത് വന്നിരിക്കുന്നത്. അതിനെല്ലാം ചുക്കാൻ പിടിക്കാനായി ഒരുങ്ങി നിൽക്കുന്നതും ഇതെല്ലാം പ്രഖ്യാപിക്കുന്നതും മുഖ്യമന്ത്രി തന്നെയാണ്. അത് തന്നെ സാധാരണ മുന്നണി സംവിധാനത്തിൽ മുൻപൊന്നും കേട്ട് കഴിവില്ലാത്തതാണ്. മുന്നണി സംവിധാനത്തിൽ മുന്നണിയുടെ നയപരമായ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്നത് മുന്നണിയുടെ കൺവീനറാണ്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ നയപരമായ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് തെരഞ്ഞെടുപ്പ് നയങ്ങളെക്കുറിച്ചും തെരഞ്ഞെടുപ്പ് പരിപാടികളെക്കുറിച്ചും ഓരോ പാർട്ടികളുടെയും നേതാക്കന്മാരാണ്. CPMനെ സംബന്ധിച്ചിടത്തോളം CPMന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് പാർട്ടിയുടെ പ്രചാരണ തന്ത്രങ്ങളും നയങ്ങളും ഒക്കെ പ്രഖ്യാപിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഈ 2 ആളുകളും അപ്രസക്തമായിരിക്കുന്നു. അവരെല്ലാം കർട്ടന്റെ പിന്നിലാണ്. ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോവിന്ദനും LDF മുന്നണിയുടെ കൺവീനർ ശ്രീ TP രാമകൃഷ്ണനും ഒക്കെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പിന്നിൽ
നിഴലായി നിന്നുകൊണ്ട് മുഖ്യമന്ത്രി നടക്കുന്ന പ്രസ്താവനകൾക്കൊക്കെ കാഴ്ചക്കാരായിരിക്കുകയാണ്. എന്തൊരു ദുർഗതിയാണ് ഈ മുന്നണിക്കുണ്ടായിരിക്കുന്നതെന്ന് ചരിത്രമറിയാവുന്നവരൊക്കെ ചോദിക്കുന്നു. മുൻകാലങ്ങളിലൊക്കെ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ LDFന്റെ കൺവീനർമാരാണ് ആ പ്രവർത്തനത്തിന്റെയും അല്ലെങ്കിൽ പ്രചാരണത്തിന്റെയും ഒക്കെയുള്ള വിശദാംശങ്ങൾ മാധ്യമങ്ങളെയും സമൂഹത്തെയും അറിയിക്കുന്നത്. ഇതെല്ലാം ഇപ്പോൾ മാറി മറിഞ്ഞ് ഒരൊറ്റ ആളിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പാർട്ടിയുടെ നയം പറയും, പ്രചാരണ തന്ത്രങ്ങളെ കുറിച്ച് പറയും, പുറപ്പെടുവിക്കാൻ പോകുന്ന നയപ്രഖ്യാപനത്തെ കുറിച്ചൊക്കെ പറയും. ആ ഘട്ടത്തിൽ ഘടകകക്ഷികളോട് പോലും വേണ്ട രീതിയിലുള്ള ചർച്ചയൊന്നും നടത്താതെയാണ് അദ്ദേഹം മേൽക്കൈ എടുത്തുകൊണ്ട് ഒരു വൺമാൻ ഷോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഘടകകക്ഷിയിലെ മറ്റ് അംഗങ്ങൾ അതൃപ്തരാണെങ്കിലും അവർക്ക് അതൃപ്തിയൊന്നും പ്രകടിപ്പിക്കാനുള്ള ധൈര്യമോ ഒരു ആത്മവിശ്വാസമോ ഒന്നും ഇല്ലാത്ത രീതിയിലാണ് LDF മുന്നോട്ട് പോകുന്നത്. ഏതാണ്ട് 10-11 കക്ഷികൾ അതിനകത്തുണ്ടെന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന കണക്ക്. അവരൊക്കെ നിശബ്ദരായി കാഴ്ചക്കാരായിരിക്കുകയാണ്. അതെല്ലാം ഒറ്റയാൾ കക്ഷികളാണ് പലതും. ഈ ഒറ്റയാൾ കക്ഷികളൊന്നും അഭിപ്രായത്തിലൊന്നും അവർക്കൊന്നും യാതൊരു സ്ഥാനവും പങ്കാളിത്തവും ഇല്ല. എല്ലാം ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പ്രചരണമാണ്. അതുകൊണ്ട് അവരുടെ നഷ്ടപ്പെട്ടു പോയ അണികളുടെ ധാർമ്മിക വീര്യം ഉയർത്തുന്നതിനാണ് ഇപ്പോൾ ഒരു വലിയ സ്വപ്ന സംഖ്യയുമായി സാക്ഷാൽ പിണറായി വിജയൻ രംഗത്തിറങ്ങിയിരിക്കുന്നത്. സ്വപ്നം കാണാൻ ആരുടെയും അനുവാദം വേണ്ട, ലൈസൻസും വേണ്ട. അതുകൊണ്ട് 110 എന്ന് പറഞ്ഞാൽ അല്പം കഴിയുമ്പോൾ ആകെയുള്ള 140 സീറ്റിൽ ഒരുപക്ഷെ 120, 130 ഒക്കെ തങ്ങൾ നേടിയെടുക്കുമെന്നൊക്കെ ഇനിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞാൽ അത്ഭുതപ്പെടേണ്ടതില്ല. പക്ഷെ അത് കേൾക്കുന്നതായ പൊതുസമൂഹം പുച്ഛിച്ചു തള്ളുകയും പരിഹസിക്കുകയും ചെയ്യുമെന്നുള്ളത് അദ്ദേഹം ഓർക്കുന്നത് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ മുന്നണിക്കും നന്നായിരിക്കും. കുറഞ്ഞ പക്ഷം ഒരു യാഥാർത്ഥ്യബോധത്തോടുള്ള സമീപനം നടത്തണം എന്നതാണ് ഘടകകക്ഷികൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അവരും അഭിപ്രായങ്ങളുമായി മുന്നോട്ട് വരണം. ഇപ്പോൾ പല അഭിപ്രായങ്ങളെ സംബന്ധിച്ചും പാർട്ടിക്കുള്ളിലും മുന്നണിക്കുള്ളിലും അഭിപ്രായ ഭിന്നതകൾ ഉണ്ട് എന്നുള്ളത് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ മറ്റൊരു ഉദാഹരണമാണ് ശ്രീമാൻ AK ബാലൻ ഈ അടുത്ത ദിവസം നടത്തിയ ഒരു പ്രസ്താവനയെ സംബന്ധിച്ച് CPM ഉണ്ടായിരിക്കുന്ന വിഭാഗീയത. AK ബാലനെ ഒരു ഭാഗത്ത് ശ്രീ പിണറായി വിജയൻ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ പറഞ്ഞത് ശരിയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ ശുദ്ധ അസംബന്ധമാണ് ശ്രീ AK ബാലൻ എന്ന് പറഞ്ഞത് പാർട്ടി നേതാക്കളും CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും മറ്റ് നേതാക്കളും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയിൽ തന്നെ ഈ തരത്തിലുള്ള വിഭാഗീയതയും അഭിപ്രായ വ്യത്യാസങ്ങളും മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഘടകകക്ഷികൾ തമ്മിലുള്ള ബന്ധത്തിലൊക്കെ വളരെ ശൈഥില്യം ഉണ്ടായിരിക്കുന്നു. CPI ഒക്കെ എത്ര നീചമായിട്ടാണ് CPMലെ ചില നേതാക്കൾ ഈ അടുത്ത കാലത്ത് ആക്ഷേപിച്ചത്, പരിഹസിച്ചത്, അതെല്ലാം പൊതുസമൂഹത്തിന്റെ മുൻപിലുണ്ട്, മാധ്യമങ്ങളുടെ മുൻപിലുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ആകെക്കൂടെ അന്തരാളത്തിൽ ഇന്ന് പരിഭ്രമത്തിലിരിക്കുന്ന പാർട്ടിയിലെ അണികളെ എങ്ങനെയെങ്കിലും ഒന്ന് ധൈര്യപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ ഇതാ 130, 110 എന്ന് പറയുന്ന സംഖ്യയുമായിട്ടൊക്കെ ഇറങ്ങിയിരിക്കുന്നു. ഇനിയിപ്പോൾ വലിയ ജാഥകൾ നടത്താൻ പോവുകയാണ്. മധ്യ കേരളത്തിൽ ഒരു ജാഥ, ഉത്തര കേരളത്തിൽ മറ്റൊരു ജാഥ, ദക്ഷിണ കേരളത്തിൽ മറ്റൊരു ജാഥ നടത്താൻ മുന്നണികൾ ക്യാപ്റ്റന്മാരെയൊക്കെ തെരഞ്ഞെടുത്തു കഴിഞ്ഞു. ഇതൊക്കെ പൊതുസമൂഹം എങ്ങനെ കാണും, എങ്ങനെയാണ് ഇതിനെയൊക്കെ സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ള വരും ദിവസങ്ങളിൽ എല്ലാവരും കാണാൻ പോവുകയാണ്. ഇത്തരം ചെപ്പടി വിദ്യകൾ കൊണ്ടും തൊഴിൽ ന്യായങ്ങൾ കൊണ്ടും പൊള്ളയായ വാഗ്ദാനങ്ങൾ കൊണ്ടും ഇനിയും ജനങ്ങളെ കബളിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ ഒരുപക്ഷെ തദ്ദേശ സ്വയംഭരണത്തിൽ ലഭിച്ച തിരിച്ചടിയേക്കാൾ ശക്തിയേറിയ തിരിച്ചടിയായിരിക്കും LDFന് കിട്ടാൻ പോകുന്നത് എന്ന് പറഞ്ഞാലും അതിലും ഒട്ടും അധികപ്പറ്റുണ്ടാവുകയില്ല എന്നാണ് സാമാന്യ ജനം കരുതിയിരിക്കുന്നത്. കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥ വല്ലാതെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടൊരു മൂന്നാം ഊഴത്തിന് വേണ്ടിയുള്ള പരക്കം പാച്ചിലിൽ എവിടെ ചെന്ന് എത്തി നിൽക്കുമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ തന്നെ പരിഭ്രമം ഉണ്ടാകുന്നുണ്ട്. അണികളുടെ ഇടയിൽ തന്നെ കടുത്ത ആശങ്കയുണ്ട്. ഭാവിയെക്കുറിച്ചുള്ള പല തരത്തിലുള്ള ഉത്കണ്ഠയും രേഖപ്പെടുത്തുന്ന ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പ്രസ്താവനകൾ ഈ
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കളുടെ ഇടയിൽ നിന്ന് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഘടകകക്ഷികളുടെയും നേതാക്കന്മാർ പറഞ്ഞും പറയാതെയും അവരുടെ ഇടയിലുള്ള ആശങ്കയും ഉത്കണ്ഠയും ഒക്കെ പ്രകടിപ്പിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് പിണറായി വിജയന്റെ 110 എന്ന് പറയുന്ന മാന്ത്രിക സംഖ്യ യാഥാർത്ഥ്യവുമായി ഒരു തരത്തിലും നിരക്കുന്നതല്ല. ഒരു കാരണവശാലും ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണം കൊണ്ട് അവർ ഒരുപക്ഷെ മനുഷ്യ മനസ്സിൽ നിന്ന് ഒരുപാട് അകന്നു പോയിരിക്കുന്നു എന്ന് ബോധ്യമാകാൻ ഏതാനും മാസങ്ങൾക്കകം അവർ നിർബന്ധിതരായി തീരേണ്ടി വരും. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന മേൽക്കോയ്മയിൽ അഹങ്കരിക്കാതെ അവരും ചിട്ടയായി അവരുന്നയിച്ചതായ പ്രശ്നങ്ങൾ, ശബരിമലയിലെ കൊള്ള, വിലക്കയറ്റം, തൊഴിലില്ലായ്മ, അങ്ങനെ തുടങ്ങിയ ഭരണവിരുദ്ധ വികാരങ്ങൾ, ആരോഗ്യരംഗത്തെ തകർച്ച, ഉന്നത വിദ്യാഭ്യാസ രംഗത്തുണ്ടായിരിക്കുന്ന തകർച്ചകളൊക്കെ പൊതുസമൂഹത്തിൽ തുറന്നു കാട്ടി രാഷ്ട്രീയമായ ഒരു പോരാട്ടത്തിന് ഐക്യ ജനാധിപത്യ മുന്നണി ചിട്ടയോടുകൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇപ്പോൾ കിട്ടിയതിനേക്കാൾ വലിയൊരു തിരിച്ചടി നേരിടേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള വസ്തുത.